എല്ലാവർക്കും നമസ്കാരം. കർക്കിടക മാസത്തിലെ നാലമ്പല വിശേഷങ്ങളുമായുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷേത്ര ദർശനം എന്നും പുണ്യമായി കരുതുന്നവരാണ് നാം വിശ്വാസികൾ. അതിൽ തന്നെ ഏറെ പ്രത്യേകതയുണ്ട് കർക്കിടക മാസത്തിലെ ക്ഷേത്ര ദർശനത്തിന്. സാക്ഷാൽ രാമലക്ഷ്മണന്മാരെയും സഹോദരന്മാരായ ഭരതസ്വാമിയെയും ശത്രുഘ്നസ്വാമിയെയും എല്ലാം ഒരു ദിവസം തന്നെ ദർശനം നടത്തുന്നു എന്നുള്ളതാണ് ഈ പ്രത്യേകതയ്ക്ക് കാരണം. കേരളത്തിലെ ശ്രീരാമക്ഷേത്രങ്ങൾ എടുത്താൽ അതിൽ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രം തന്നെയാണ് മലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വില്വാദ്രിനാഥ ക്ഷേത്രം. നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളും നട തുറന്നിരിക്കുന്ന സമയവും അന്നദാനമുള്ള ദിവസങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയുള്ളതാണ് ഈ വീഡിയോ. തൃശൂർ ജില്ലയിലെ തിരുവില്ലാമലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം പാലക്കാട് ജില്ലയുടെ അതിർത്തി പ്രദേശം കൂടിയാണ്. അതിനാൽ പാലക്കാട് ജില്ലയിലെ കുഴൽമന്ദത്ത് സ്ഥിതി ചെയ്യുന്ന പുൽപ്പുരമന്ദം ഭരതക്ഷേത്രത്തെയും തൊട്ടടുത്തുള്ള കൽക്കുളം ശത്രുഘ്ന ക്ഷേത്രത്തെയും ഉൾപ്പെടുത്തിയുള്ള നാലമ്പല ദർശനത്തിന് പതിനായിരങ്ങളാണ് കർക്കിടക മാസത്തിൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുള്ളത്. വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ തൊട്ടടുത്തുള്ള പ്രസിദ്ധമായ പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രവും അതേ വഴിയിൽ തന്നെ ഷിർദി സായിബാബ ക്ഷേത്രവും ദർശിക്കാവുന്നതാണ്. ക്ഷേത്രത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായിരിക്കുന്ന സാക്ഷാൽ ശ്രീരാമ ഭഗവാന് പുറമെ ശ്രീ ലക്ഷ്മണസ്വാമിയും ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയാണ്. കിഴക്കോട്ട് ദർശനമായാണ് ലക്ഷ്മണസ്വാമിയുടെ പ്രതിഷ്ഠ. രാമലക്ഷ്മണ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ വില്വാദ്രിനാഥ ക്ഷേത്രം. ക്ഷേത്ര ശ്രീകോവിലിനകത്തായി ഗണപതി പ്രതിഷ്ഠയും ഉണ്ട്. ശ്രീരാമസ്വാമിയുടെ പരമഭക്തനും ആശ്രിതനുമായ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിലെത്തുന്നവർക്ക് ദർശിക്കാവുന്നതാണ്. പ്രധാന ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് പടിക്കെട്ടുകൾ താഴെയിറങ്ങിയാൽ കുണ്ടിൽ അയ്യപ്പന്റെ ക്ഷേത്രത്തിലും ദർശനം നടത്താം. വീണ്ടും മുകളിലേക്ക് കയറിയാൽ മനോഹരമായ ഗുരുവായൂരപ്പന്റെ ആൽത്തറ കാണാം. അവിടെ പ്രദക്ഷിണം വെച്ച് പടിഞ്ഞാറേ നടയിലൂടെ പുറത്തിറങ്ങിയാൽ സരസ്വതി സന്നിധിയിലെത്താം. ക്ഷേത്രത്തിൽ രാമലക്ഷ്മണന്മാർക്ക് പ്രധാന വഴിപാടായി പാൽപായസവും ചന്ദനം ചാർത്തും ദിവസപൂജയും ഭക്തജനങ്ങൾ നടത്തിവരുന്നുണ്ട്. ഹനുമാൻ സ്വാമിക്ക് വടമാലയാണ് പ്രധാനം. ഗണപതിക്ക് ഒറ്റപ്പവും അയ്യപ്പസ്വാമിക്ക് അടനിവേദ്യവും പ്രധാനമാണ്. കർക്കിടക മാസത്തിൽ ക്ഷേത്രത്തിലെ ദർശന സമയം രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 5 മുതൽ രാത്രി 8 വരെയുമാണ്. രാമായണ മാസത്തിലെ എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ നിന്നും വെറും 22 കിലോമീറ്റർ മാത്രം അകലെയാണ് പുൽപ്പുരമന്ദം ഭരതക്ഷേത്രവും അവിടെ നിന്നും 2 കിലോമീറ്റർ അകലെയുള്ള കൽക്കുളം ശത്രുഘ്നസ്വാമി ക്ഷേത്രവും. തിരുവില്ലാമല ക്ഷേത്രത്തിൽ നിന്നും പാമ്പാടി വഴി പെരിങ്ങോട്ടുകുറിശി കോട്ടായി റോഡ് മാർഗം ഈ ക്ഷേത്രത്തിൽ എത്താവുന്നതാണ്. രാമായണ വിശേഷങ്ങളുമായുള്ള ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്താൻ ഷെയർ ചെയ്യണേ. നന്ദി, നമസ്കാരം.